ഹേ ഫോക്സ്, ദിസ് ഈസ് ഡേ 38 വിത്തൗട്ട് സിഗരറ്റ്. നിങ്ങൾക്ക് അറിയാം, ഇന്നലെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ആനയുടെ ഉറുമ്പിന്റെ കഥ പറഞ്ഞിട്ട് അതിനകത്തൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, 2 പേരാണ് അതിനകത്ത് കമന്റ് ചെയ്തത് മറുപടി. അതിന്റെ മറുപടിയും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. എങ്ങനെ ഞാൻ വീഡിയോയിലോട്ട് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ രീതിയിൽ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒരു 9:30-10 മണിക്കകത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും. ഒരു 11 മണി ആ ടൈമിനകത്ത് വെച്ച് എഡിറ്റ് ചെയ്ത് 11:30 ആ ടൈമിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നോർമലി ഇതാണ് എൻ്റെ ഒരു ടൈം ലൈൻ, ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇന്നലെ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൊളീഗാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തത്, സൂരജ് പ്രകാശ്. പുള്ളി MP മധ്യപ്രദേശുകാരനാണ്. അപ്പൊ പുള്ളിയും ഞാനും കൂടി ഇവിടെ വന്നിരുന്നിട്ട് ഒരു 7:30 പുള്ളിയെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. കുറച്ചു നേരം പുള്ളി ഇവിടെ ഇരുന്നു, ഷോർട്ട് ഫിലിം ഒക്കെ കണ്ടു. നമ്മൾ സംസാരിച്ചു തുടങ്ങി. 8:30 9:30 10:15 ആയപ്പോഴാണ് ടൈം ഞാൻ നോക്കുന്നത്. സാധാരണ സിഗരറ്റ് വലിക്കുന്ന ടൈമിൽ അവന്മാരുമായിട്ട്, എന്റെ വലിയ കൂട്ടുകാരന്മാരുമായിട്ടാണ് ഞാൻ ഒരുപാട് നേരം ലോകകാര്യങ്ങളും സംസാരിക്കാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കുന്ന ദിവസങ്ങളിൽ ആ ഗ്യാങ്ങിന്റെ കൂടെ മണിക്കൂറുകളോളം സംസാരിക്കാറുണ്ട്. പക്ഷെ അല്ലാതെ ഞാൻ ആരോടും ഒരുപാട് നേരം സംസാരിക്കാറില്ല. ഒരുപാട് നേരം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ തന്നെ അത് ഒഴിവാക്കി വിടാറാണെന്നോ ഉള്ളത്. സാധാരണ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ മടിയാണ്. എനിക്കറിയാമോ, ഇന്നലെ ഞാൻ അത്രയും സമയം പുള്ളിയോട് സംസാരിച്ചു. ലോകകാര്യങ്ങൾ, പുള്ളി ഡൽഹിയിലുണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ, എന്റെ കാര്യങ്ങൾ. 10:15 എപ്പോ ആയെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയായിട്ട് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ വേറൊരാളുമായിട്ട് എങ്ങനെയായിരുന്നു അതിനകത്ത് മാറ്റം വന്ന് തുടങ്ങി എന്നാണ് ഞാൻ ഇവിടെ സ്റ്റേറ്റ് ചെയ്യാൻ വന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നലത്തെ കാര്യം, ഇന്നലെ ഞാൻ പറയാൻ വച്ചിരുന്ന സാധനം, പല്ലിൽ കറ വരുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഇന്നലെ. പക്ഷേ ആ പുള്ളി ഇവിടെ ഇരുന്ന് സംസാരിച്ച് 10:15 പുള്ളി പോയതിനു ശേഷം എനിക്ക് അതിന്റെ മൂഡ് പോയെന്നല്ല, അത് ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള മൂഡില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ആനയുടെയും ഉറുമ്പിന്റെയും കഥ ചുമ്മാ എടുത്തിട്ടിട്ട് ആന എന്ത് ആറ്റിച്ചാടിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ എന്നാണ് ഞാൻ ചോദ്യം ചോദിച്ചിരുന്നത്. ആ ചോദ്യത്തിന്റെ മറുപടി, ആനയ്ക്ക് തോന്നിയോണ്ട് ആന ആറ്റിച്ചാടി, ഇത്രയേ ഉള്ളൂ അതിന്റെ മറുപടി. 2 പേരാണ് കമന്റ് ചെയ്തത്. ആ കമന്റ് ചെയ്ത ഒരാൾ എന്റെ സിസ്റ്റർ. അവള് ഞാൻ എന്തോ ഉന്തിട്ടാലും അവൾ അതിനടിയിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകും. ഓക്കെ. മറ്റേ കമന്റ് എൻ്റെ ഒരു ഫ്രണ്ട്, അവനെ ഞാൻ 12 മണിയായിട്ട് മെസ്സേജ് അയച്ച് വിളിച്ചുണർത്തിയതാണ്. അവിടെ ആ വീഡിയോ ഇട്ടിട്ട് ഒരുത്തനും കമന്റ് ഇട്ടിട്ടില്ല, നീ ഒന്ന് വന്ന് കമന്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അവൻ അടിയിൽ വന്ന് 2 ലവ് ഇട്ടിട്ട് പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിനകത്ത് എന്താണോ ചോദിക്കുന്നത് അതിന് മറുപടി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവൻ പോലും എന്റെ വീഡിയോ കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പക്ഷെ 300 പേര് ആ വീഡിയോ കണ്ടിട്ട് 2 പേരാണ് റെസ്പോണ്ട് ചെയ്തെന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം. എനിക്ക് അതുങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സത്യാവസ്ഥയാണത്. അപ്പൊ നിങ്ങളിത് ഇത്രയും നേരം വരാം, ഞാൻ ഇപ്പൊ ഇത്രയും നേരം സംസാരിച്ചു. ഈ ടൈം വരെ നിങ്ങൾ ആരെങ്കിലും ഒരു 500 പേര് ഈ വീഡിയോ കണ്ടാൽ അതിലൊരു 2 പേരെങ്കിലും ഇത്രയും ടൈം വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ വന്ന് തേങ്ങാക്കൊല എന്നൊരു കമന്റ് ഇടുക. അല്ലെങ്കിൽ തേങ്ങാക്കൊല വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോഴത്തെ ടൈം, നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെന്ന് തേങ്ങാക്കൊല എന്ന് ഇടുന്നത് നിങ്ങൾ ടൈം കമന്റ് ഇടുക. കാര്യം എത്ര പേര് ഇത്ര സമയം കണ്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ വലിക്കുന്ന കൂട്ടുകാരന്മാർക്ക് ഉറപ്പായിട്ട് അയച്ചു കൊടുക്കുക. ഒരുപാട് നേരമായി സംസാരിച്ചു തുടങ്ങിയിട്ട് അവന്മാരത് കണ്ടിട്ട് വലിയ ദിവസം അവന്മാർക്ക് തോന്നുവാണെങ്കിൽ നിർത്തട്ടെ. എന്റെ 38ാം ദിവസമാണ്. ഓക്കെ, നാളെ പറയാം. ഗുഡ് നൈറ്റ്. ഓക്കെ.